സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. 50 ചോദ്യങ്ങളാണുള്ളത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സിയാലിനെയും സിമയെയും വേർതിരിക്കുന്ന വിച്ഛന്നത ഏത്? സിയാലിനെയും സിമയെയും വേർതിരിക്കുന്ന വിച്ഛന്നത കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ വിച്ഛന്നതയാണ് സിയാലിനെയും സിമയെയും തമ്മിൽ വേർതിരിക്കുന്ന വിച്ഛന്നത, കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി. കാർമൻ രേഖ എന്നാൽ എന്ത്? കാർമൻ രേഖ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വായിക്കാം. സിയാലും സിമയും തമ്മിലുള്ള വേർതിരിവ്, ഭൂവൽക്കവും അന്തരീക്ഷവും തമ്മിലുള്ള വേർതിരിവ്, അന്തരീക്ഷവും ബഹിരാകാശവും തമ്മിലുള്ള വേർതിരിവ്, കോറും മാൻഡിലും തമ്മിലുള്ള വേർതിരിവ്. കാർമൻ രേഖ എന്ത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അന്തരീക്ഷവും ബഹിരാകാശവും തമ്മിലുള്ള വേർതിരിവാണ് കാർമൻ രേഖ. ഭൂമിയുടെ അന്തരീക്ഷത്തിനും ബഹിരാകാശത്തിനും ഇടയിലുള്ള ഒരു നിർദ്ദിഷ്ട അതിർത്തിയാണ് കാർമൻ രേഖ. സമുദ്രനിരപ്പിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ സാങ്കല്പിക രേഖ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ടെറ്റനി. ഇന്ത്യയിൽ ഭരണഘടനയിൽ 1950 ജനുവരി 24 എന്ന തീയതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? തീയതി തന്നിരിക്കുന്നത് 1950 ജനുവരി 24 ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. ഇതിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീയതി തന്നിരിക്കുന്നത് 1950 ജനുവരി 24. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ളത്. ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് 1950 ജനുവരി 24 ശരിയാണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നതും 1950 ജനുവരി 24 ശരിയാണ്. ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ടണൽ ഓഫ് ടൈം എന്നത് ആരുടെ ആത്മകഥയാണ്? ആർ.കെ. ലക്ഷ്മൺ. ആർ.കെ. ലക്ഷ്മണന്റെ ആത്മകഥയുടെ പേരാണ് ടണൽ ഓഫ് ടൈം എന്നത്. ഇന്ത്യൻ ഭരണഘടന കൂട്ടുത്തരവാദിത്തം എന്ന ആശയം എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന കൂട്ടുത്തരവാദിത്തം എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നുമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ. കൂട്ടുത്തരവാദിത്തം സ്വീകരിച്ചിരിക്കുന്നത് ബ്രിട്ടൻ. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് LM സിംഗ്വി കമ്മിറ്റിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ഇപ്പോൾ ആചരിക്കുന്നത് ഏപ്രിൽ 24 തീയതിയാണ്. ശരിയായ പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് LM സിംഗ്വി കമ്മിറ്റിയാണ്. ശരിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ശരിയാണ്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 24 തീയതിയാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. UNDPയുടെ ആഹ്വാനമനുസരിച്ച് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയ വർഷം 1989. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ വർഷം 1987 ജൂലൈ 11. ഓപ്ഷൻ ഡി തന്നിരിക്കുന്നു. ഇവ എല്ലാം ശരിയാണ്.
ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11 ശരിയാണ്. UNDPയുടെ ആഹ്വാനം അനുസരിച്ച് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുവാൻ തുടങ്ങിയ വർഷം 1989. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ വർഷം 1987 ജൂലൈ 11 1987 ജൂലൈ 11 500 കോടി തികഞ്ഞു. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നു. ലോക ജനസംഖ്യാ ദിനമായിട്ട് ജൂലൈ 11 ആചരിക്കാൻ തുടങ്ങിയ വർഷം 1989. താഴെ പറയുന്നവയിൽ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉപരാഷ്ട്രപതിയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗം അല്ലാത്തത്. മരണം വരെയും കർമ്മനിരതൻ, ഡ്യൂട്ടി അൺടു ഡെത്ത് എന്നത് ചുവടെ പറയുന്നവയിൽ ഏത് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആപ്തവാക്യമാണ്? മരണം വരെയും കർമ്മനിരതൻ എന്നത് BSFന്റെ ആപ്തവാക്യമാണ്. BSF മരണം വരെയും കർമ്മനിരതൻ. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പ നദി ഒഴുകിച്ചേരുന്നത് വേമ്പനാട്ടു കായലിലാണ്. വേമ്പനാട്ടു കായൽ. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. പൗരത്വം പാർലമെന്റ്. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് ഏത് വർഷമായിരുന്നു? വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് 1809. 1809. മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത് ആരാണ്? മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. മുനിചര്യ പഞ്ചകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് മുനിചര്യ പഞ്ചകം എന്നത്. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്നേഹക്കൂട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനിടയാക്കിയ യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനിടയാക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമാണ്. പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനിടയാക്കിയ യുദ്ധങ്ങൾ. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ശരിയാണ്. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ നഗരം. വിശപ്പ് രഹിത നഗരം നടപ്പിലാക്കിയത് കോഴിക്കോടാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കോഴിക്കോട്. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര്. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സേവന മേഖല. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സേവന മേഖല. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കോതമംഗലമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോതമംഗലം താലൂക്കിലാണ്. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ആക്കുളം കായലാണ്. ആക്കുളം കായൽ. നീർത്തട പുനരുജ്ജീവന പദ്ധതി ആക്കുളം കായൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഏത് മൂലകത്തിന്റെ അറ്റോമിക നമ്പറാണ് 100? 100 എന്നത് ഏത് മൂലകത്തിന്റെ അറ്റോമിക നമ്പറാണ്? ഫെർമിയം. ഫെർമിയത്തിന്റെ അറ്റോമിക നമ്പറാണ് 100.
ഒരു വ്യക്തിക്ക് കണ്ണിൽ നിന്നും 75 സെന്റിമീറ്റർ അടുത്തു വരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ചുവടെ പറയുന്നവയിൽ ഏത് നേത്രരോഗമാണ് അതിന് കാരണമാകുന്നത്? 75 സെന്റിമീറ്റർ അടുത്തു വരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഹൈപ്പർമെട്രോപ്പിയയാണ്. ഹൈപ്പർമെട്രോപ്പിയ. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്? റോളിംഗ് പ്ലാൻ ഗുണാർ മിർദലാണ്. ഗുണാർ മിർദലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഗുണാർ മിർദൽ. ഏതിന്റെ പോഷക നദിയാണ് ദിബാങ്? ദിബാങ് എന്നത് ഏതിന്റെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ദിബാങ്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്? പരീക്ഷണത്തിന്റെ പേര് ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 4ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 4ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത്. കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടയിലാണ്. ചൂണ്ടയിൽ. പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം? മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം 1921. ചലച്ചിത്രത്തിന്റെ പേര് 1921. ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് 1921. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി? സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. അർജുന പുരസ്കാരം നേടിയ ആദ്യ മലയാളി? അർജുന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? സി ബാലകൃഷ്ണനാണ്. സി ബാലകൃഷ്ണൻ. മീസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകൻ? മീസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകൻ ലാൽ ഡെങ്ക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ലാൽ ഡെങ്ക. മീസോ നാഷണൽ ഫ്രണ്ട് MNFന്റെ സ്ഥാപകനാണ് ലാൽ ഡെങ്ക. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത്? ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ജസ്വന്ത് സിംഗ് ആണ്. ജസ്വന്ത് സിംഗ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആര്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനാണ്. ഓപ്ഷൻ സി കുമാരനാശാൻ. അംബേദ്കറുടെ സമാധി സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? അംബേദ്കറുടെ സമാധി സ്ഥലം ചൈത്രഭൂമി. അംബേദ്കറുടെ സമാധി സ്ഥലം ചൈത്രഭൂമി. വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിന്റെ പേര്? വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ എന്നാണ്. സെന്റ് ഗബ്രിയേൽ. തിണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിൽ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത്? തിണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിൽ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി എന്നാണ്. കുറിഞ്ചി. പ്രിസണർ 5990 ആരുടെ ആത്മകഥയാണ്? പ്രിസണർ 5990 ആർ ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് പ്രിസണർ 5990 എന്നത്. ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ഏത് രോഗം നിർണ്ണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത്? വാസർമാൻ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കുന്നതിനാണ് നടത്തുന്നത്? സിഫിലിസ് ആണ്. സിഫിലിസ്
ഉള്ള ടെസ്റ്റാണ് വാസർമാൻ ടെസ്റ്റ്. സിഫിലിസ് രോഗനിർണയം. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് നാഗം അയ്യയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത്. ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 48.6 ഡിഗ്രിയാണ് ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ. 48.6 ഡിഗ്രി. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദേശ രാജ്യം അമേരിക്ക. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏത്? കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. അവസാനത്തെ ചോദ്യം, അഗ്നിപർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അസിഡിക് ലാവയ്ക്ക് വിസ്കോസിറ്റി കുറവായിരിക്കും. ബേസിക് ലാവയ്ക്ക് വിസ്കോസിറ്റി കുറവായിരിക്കും. അസിഡിക് ലാവയിൽ സിലിക്കയുടെ അളവ് കൂടുതലായിരിക്കും. അഗ്നിപർവ്വതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. അസിഡിക് ലാവയ്ക്ക് വിസ്കോസിറ്റി കുറവായിരിക്കും എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അസിഡിക് ലാവയ്ക്ക് ഹൈ വിസ്കോസിറ്റി ആയിരിക്കും. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ്. 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്